ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ജീവിതത്തിൽ ശൂന്യതയിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ കഷ്ടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിവിധ രീതി ഞെരുക്കങ്ങൾ കടന്നു പോകുന്നതോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ശക്തമായി പ്രാർത്ഥിക്കുക. നമുക്കെതിരായി നിൽക്കുന്ന പ്രയോഗി എന്ന് പറയുന്നത് പിശാചാണ്. അതിൻ്റെ നടുവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, ദൈവം നമ്മെ ജയോത്സവമായി നടത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒരിക്കൽ പത്രോസിൻ്റെ പടകിൽ യേശു ക്രിസ്തു വന്നു. പടകിൻ്റെ അരികിൽ പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മീൻ പിടിച്ചു വീട്ടിലേക്ക് പോകുവാനായി വല കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്, വൈകിട്ട് മീൻ പിടിക്കാൻ പോകേണ്ടതിന് വേണ്ടി. പക്ഷേ യേശു പറഞ്ഞു, ആ പടക് അല്പം ഒന്ന് നീക്കണമെന്ന് പറഞ്ഞു. അല്പം നീക്കി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞു, നീ വലത്തേ ഭാഗത്ത് വല വീശുവാൻ പറഞ്ഞു. വല വീശി പെരുത്ത മീൻ കിട്ടി. എന്നാൽ വലയിൽ അകപ്പെട്ട് പെരുത്ത നല്ല മീൻ അകപ്പെട്ട് പടകിൽ അതിനെ ആക്കി. പക്ഷെ അതിന് മുമ്പ് പത്രോസിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് നിരാശയുടെ വക്കിൽ, അതായത് പടക് ഒഴിഞ്ഞ് വലയും ഒഴിഞ്ഞ് ജീവിതത്തിൻ്റെ മേഖലകൾ വളരെ നിരാശയുടെ വക്കിൽ നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ രാത്രി മുതൽ അധ്വാനിച്ചിട്ട് എനിക്കൊന്നും ലഭിച്ചില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയെറിയാം. അപ്പോൾ രാത്രി മുഴുവനും സ്തോത്രം വലയെറിഞ്ഞെങ്കിലും ഒന്നും ലഭിച്ചില്ല. പക്ഷെ വലയെറിഞ്ഞ് മീൻ കിട്ടി. ദൈവത്തിൻ്റെ പ്രവൃത്തി പത്രോസിൽ കൂടെ ദൈവം ചെയ്തെടുത്തു. പത്രോസിനെ മീൻ പിടിക്കുന്നവനായിരുന്നു പത്രോസ്. അങ്ങനെ ദൈവം പ്രീഷളാമേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ പത്രോസിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നിരാശയുടെ വക്കിൽ നിൽക്കുകയാണോ? ദൈവം പറയുന്ന ആലോചനയും കൂടെ കേൾക്കണം. കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ അയക്കുവാനിടയായിത്തീരും. ഈ ഉലകത്തിൽ പ്രീസലാമെ നമ്മെ വിടുവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തുവിന്. കർത്താവ് വിടുവിക്കും. കർത്താവിൻ്റെ അളവറ്റ ശക്തമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയും. അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, അതായത് നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. കർത്താവിൽ ശരണപ്പെടണം, ദൈവസ്ഥൻ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ വിടിവിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങനെയാണ്. ഒന്ന്, ശൂന്യതകൾ മാറ്റുന്ന ദൈവമാണ്. 2, ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവമാണ്. 3, ശൂന്യതയിൽ കൂടെ ഫലപ്രാപ്തിയുള്ള മുന്തിരി വള്ളികളെ കിളിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ്ലാമേ, ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകൾ ഇറങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിത്തീരും. അതായത് മനുഷ്യരിൽ വെളിപ്പെടും, ഭൂമിയിൽ വെളിപ്പെടും, പ്രകൃതിയിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ എവിടെയൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിത്തീരും. ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം ഒറ്റപ്പെട്ട് നാം തകർന്നു പോകുന്ന അനുഭവങ്ങളായിരിക്കുന്നെങ്കിൽ, വേദനകരമായ അനുഭവങ്ങളിരിക്കുന്നെങ്കിൽ, ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന അനുഭവമെങ്കിൽ, മരണത്തോട് മല്ല് പിടിച്ച് കൊണ്ട് നിൽക്കുന്ന അനുഭവമായിരിക്കുന്നെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ച അതിനൊക്കെ വിടുതൽ നൽകുവാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ സ്തോത്രം ആരാധിക്കണം, വിശ്വാസത്തോടെ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ച് വിടിവിപ്പാനിടയായിത്തീരും. അതിലും നിന്നിലും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. നിന്നെ നടത്താന്ന് പറഞ്ഞവൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നടത്തും. ശത്രു നമ്മുടെ പരാജയങ്ങളെ കാണുന്നത്. കാരണം ശത്രു എന്ന് പറയുന്നത് നമുക്കെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ പരാജയമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്ന ശത്രു വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാം ഉയരരുത്, നാം അനുഗ്രഹം പ്രാപിക്കരുത്, നാം നന്മ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ദൈവം
പ്രൈസ്ലാമേ ദൈവത്തിൻ്റെ കരമയച്ച് വിടിവിക്കുവാനായിത്തീരും. പ്രൈസ്ലാമേ സ്തോത്രം. എന്തിനാ ചുരുക്കം ബന്ധുക്കോസുകളുടെ നടുവിൽ നല്ലൊരു വസ്ത്രം ഇട്ട് നടന്നാൽ ഇഷ്ടമല്ലാത്തവരുണ്ട്. പ്രൈസ്ലാമേ അസൂയയുടെയും വക്രതയുടെയും കോട്ടം നിറഞ്ഞ ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ നോക്കണ്ട, ദൈവത്തെ നോക്കി ജീവിച്ചാൽ മതി. എന്തൊക്കെ വന്നാലും പ്രൈസ്ലാമേ ഹല്ലേലൂയ, ദൈവത്തെ നോക്കി ജീവിച്ചാൽ ദൈവം നമ്മെ കൈവിടില്ല. പ്രൈസ്ലാമേ ഹല്ലേലൂയ. ശത്രു മുമ്പാകെ അവൻ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിൽ നാം നോക്കുമ്പോൾ ഉന്നതന്മാരുണ്ട്, പണക്കാരുണ്ട്, കോടീശ്വരന്മാരുണ്ട്, അനേകം ലോകത്തുണ്ട്. നാം നോക്കുമ്പോൾ അവർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളുള്ളതായും കാണാൻ കഴിയും. പക്ഷെ നമുക്ക് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെപ്പോലുള്ളത് ഭാഗ്യ മനുഷ്യൻ ലോകത്ത് ആരുമില്ല. അതായത് നമുക്കാണ് ദൈവം ഹല്ലേലൂയ സകല സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് നമുക്ക് ഒന്നുമില്ലേ എന്ന് പറഞ്ഞിരിക്കുകയല്ല, മറിച്ച് സ്തോത്രം ഹല്ലേലൂയ കടഭാരങ്ങളാണ് പറഞ്ഞ് നടക്കുകയല്ല. ദൈവം അതിനൊക്കെ പരിഹാരം നൽകുവാനിടയായിത്തീരും. കുടുംബം, ജീവിതത്തിൻ്റെ മേഖലകളിൽ വ്യാപരിക്കുന്ന ദുഷ്ട വ്യാപാരക്കെട്ടുകളുണ്ട്. അതിനൊക്കെ വിടിവിപ്പാൻ ഹല്ലേലൂയ അസുരനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അതൊക്കെ അഴിഞ്ഞു പോകും. സ്തോത്രം. നമ്മുടെ ഇല്ലായ്മയിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഒരു നാളും കൈവിടില്ല എന്ന് പറഞ്ഞത് നിന്നെ നടത്തുവാനാണ്, നിന്നെ പരിപാലിക്കുവാനാണ്, നിന്നെ പരിപോഷിപ്പിക്കുവാനാണ്. സ്തോത്രം. നിന്നെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അത് ദൈവത്തിൽ അവിശ്വസിക്കേണ്ട. പ്രൈസ്ലാമേ ദൈവം വലിയവ ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവസന്നിധി വലിയവ പ്രതീക്ഷിക്കണം. ദൈവം വലിയവ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ്ലാമേ ഹല്ലേലൂയ. അത്തക്ക സമയത്ത് മഞ്ഞും മഴയും അയച്ച് അനുഗ്രഹിക്കുന്ന ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, സഖാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനിൽ കഴിയാത്ത ഒന്നുമില്ല, ദൈവത്തിൽ കഴിയാത്ത ഒന്നുമില്ല. അതായത് ദൈവം നടത്തുവാൻ, പരിപാലിക്കുവാൻ ശക്തനായ ദൈവമാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെയും ഒരു നാൾ വീക്ഷിക്കില്ല. മറിച്ച് സ്തോത്രം 1000 തലമുറകളെ ഓർക്കുന്ന ദൈവമാണ്. ദൈവത്തെ അറിയുന്ന 1000 തലമുറകളെ ഓർക്കുന്ന ദൈവമാണ്. മറിച്ച് സ്തോത്രം ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ 1000 തലമുറയുള്ള ദൈവം നോക്കത്തില്ല. സ്തോത്രം. ദൈവത്തെ ആരും ജീവിച്ചാൽ 1000 തലമുറ ഓർക്കും എന്ന് പറഞ്ഞാൽ അവരെ അനുഗ്രഹിക്കാനായി ദൈവം ഓർത്ത് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ 1000 തലമുറകൾ പട്ടുപോകും. മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ ജനം പട്ടുപോയതുപോലെ സ്തോത്രം ഹല്ലേലൂയ നാം മരുഭൂമിയിൽ പെറുപുറത്ത് പ്രൈസ്ലാമേ ഹല്ലേലൂയ നശിച്ചു പോകരുത്, പട്ടുപോകരുത്. ഇസ്രായേൽ ജനത്തിൻ്റെ സിദ്ധാന്തമാണ് പുതിയ നിയമത്തിൽ വിശ്വാസികളും. പഴയ നിയമത്തിൽ പ്രൈസ്ലാമേ ഹല്ലേലൂയ വിശ്വാസികൾ തന്നെയാണ് പുതിയ നിയമത്തിലെ വിശ്വാസി എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവമാണ് പുതിയ നിയമത്തിലുള്ളത്. പ്രൈസ്ലാമേ ഇന്നും പഴയ നിയമത്തിൽ സ്തോത്രം മന്ന ഉണ്ടായിരുന്നു, മന്ന ദൈവം കൊടുത്തു. ഇന്ന് പുതിയ നിയമത്തിലുണ്ട് മന്ന, ദൈവവചനം. കാടയിറച്ചി ഉണ്ടായി കൊടുത്തു. ഇന്ന് നമുക്ക് കർത്താവ് പല ഇറച്ചികൾ തരുന്നു. ഇപ്പോഴും കാട ഇറച്ചിയുണ്ട്. സ്തോത്രം. വെള്ളം കുടിപ്പാൻ അവർ കൊടുത്തു. സ്തോത്രം. ഇന്നും കർത്താവ് ജനത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് പിറുപിറുത്തവരുണ്ടായിരുന്നു, ഇന്നും പിറുപിറുക്കുന്നവരുണ്ട്. അന്നും അസൂയക്കാരുണ്ടായിരുന്നു, ഇന്നും അസൂയക്കാരുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്നവർക്കെല്ലാം വിവിധ രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും ആ സ്വഭാവങ്ങൾ ഉള്ളവരുമുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഒരു പുതിയ അനുഭവങ്ങളിലേക്ക് പോകണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദിവ്യാഗ്രഹം കളയണം, അസൂയ കളയണം, കുശുമ്പ് കളയണം. പ്രൈസ്ലാമേ അല്ലേ മനുഷ്യനെ സ്നേഹിക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ അറിഞ്ഞ് സ്നേഹിക്കണം. പ്രൈസ്ലാമേ ഹല്ലേലൂയ. അല്ലാതെ പ്രൈസ്ലോ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന അനേകരുണ്ട്. അതല്ല, മറ്റവരുടെ കാര്യം കൂടെ നോക്കി പ്രാർത്ഥിച്ച് ദൈവിക പ്രവൃത്തിയിൽ
സൽഗുണങ്ങളെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമി മുഴുവൻ പിറുപിറുത്തു. ഹല്ലേലൂയ. ഭക്ഷണം വായിരിക്കുമ്പോൾ തന്നെ അവർ പിറുപിറുത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും അതുപോലെ തന്നെയാണ്. അത് മനുഷ്യൻ ദൈവത്തെ അജ്ഞിതമായി അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരില്ല. ദൈവം നടത്തുന്ന പദങ്ങളെ ഓർത്താൽ ഇല്ലായ്മയിൽ ഉള്ളവനെ പോലെ സ്തോത്രം മറ്റുള്ള സമ്പന്നന്മാരെക്കാളും അധികമായി വലിയ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളെ മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നീ ഏത് ഭാഗത്തായിരിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ കരമിറങ്ങും. ഇസ്രായേൽ ദൈവത്തിൻ്റെ കരമിറങ്ങി, ചെങ്കടലിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി, സീനിയായിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി, പട്ടയ്ക്കിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി. സ്തോത്രം. പത്രൂസിന് പട്ടയ്ക്കിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി, പത്രൂസിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി, പത്രൂസിൻ്റെ ജോലിയിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി, പത്രൂസിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി. നമ്മുടെ ജീവിതത്തിലും പ്രൈസലാമേ ദൈവം ഇറങ്ങി വിടിവിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ സന്ദേശം ശ്രദ്ധ വെച്ച് കേട്ട് നീ പ്രാർത്ഥിച്ച് ദൈവത്തിന് ജയമെടുക്കുമെങ്കിൽ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിപ്പാനിടയായിത്തീരും. സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞ ആലോചന ശൂന്യതകളെ മാറ്റുന്ന ദൈവമാണ്. ആരെങ്കിലും കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ, വിവിധ രീതിയിൽ പോകാൻ പറ്റാത്ത അനുഭവങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്രൈസലാമേ ഹാലിൽ പ്രാർത്ഥിച്ചിട്ട് വിടുതലായിരിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കൂ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, സ്വർഗത്തിലെ ദൈവം. യേശു ക്രിസ്തു എൻ്റെ കരമായി ചേർന്നും യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസലാമേ നമ്മുടെ ചെങ്കടലുകൾ, പ്രതികൂലമായി നിൽക്കുന്ന ചെങ്കടലുകളെ മാറ്റി അനുകൂലമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസവും പ്രാർത്ഥനയും. വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഈ ജാതി നീങ്ങിപ്പോകും. ഉപവാസവും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ ഈ ജാതി നീങ്ങിപ്പോകില്ല. അതുകൊണ്ട് ഈ ജാതി നീങ്ങിപ്പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വേണം. ദൈവസ്ഥാനത്തിൽ പലപ്പോഴും ദൈവസ്ഥനെ ജാഗരിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചൊക്കെ നിന്നെങ്കിലേ പിശാചിന്റെ പദ്ധതികൾ പൊളിഞ്ഞു പോകും. പ്രൈസലാമേ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രൈസലാമേ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, തൻ്റെ ജനത്തെ നടത്തുവാൻ, ഇസ്രായേൽ ജനത്തെ നടത്തിയതുപോലെ ഇന്നും നടത്തുവാൻ ഒരു ദൈവമുണ്ട്, നസറേയനായ യേശു ക്രിസ്തു. നമ്മുടെ കെടുതികളെ, നമ്മുടെ പരാജയങ്ങളെ മാറ്റി സ്തോത്രം വിജയകരമായി ഒരു പ്രൈസലാം വിശ്വാസ ജീവിതങ്ങളിലേക്ക് നടത്തിക്കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പരിശുദ്ധാത്മാവ് പ്രൈസലാമേ നമ്മോട് ശക്തമായി ഇടപെടും. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ നമ്മെ സഹായിക്കും. വേണ്ട കാര്യങ്ങളെ ദൈവം നടത്തി പരിപാലിക്കും. ഉന്നതനായ ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ കൂടെ ഇരിക്കും. പ്രൈസലാം അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കും. പ്രൈസലാമേ. പലർക്കും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പലരും പിറുപിറുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചില വഴക്കുണ്ടാക്കുന്നത്, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ചില സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരുന്നത്. സ്തോത്രം. ഇതൊക്കെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. വിശ്വാസമുണ്ടെങ്കിൽ പ്രൈസലാമേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം നൽകി ദൈവം നടത്തും. ദൈവവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ദൈവിക ആലോചന നമ്മൾ ഏറ്റെടുക്കണം. ദൈവ ആലോചനയെ ആരാധിക്കണം. പ്രൈസലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനുണ്ടായിത്തീരും. ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തുന്ന ദൈവം, ശത്രുവിൻ്റെ അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെ സ്തോത്രം അതേ ദൂലീകരിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ നസറേയനായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം വിശാലമാക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റി അനുകൂലമായ അവസ്ഥയിലേക്ക് നടത്തും. പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടിവിക്കുവാനിടയായിത്തീരും. പ്രതിസന്ധിയായി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ വിടിവിക്കുവാനിടയായിത്തീരും. കർത്താവിൻ്റെ അദൃശ്യമായ കരമിറങ്ങി തൻ്റെ ദൂതനെ അയച്ച് വിടിവിക്കുന്ന ദൈവമാണ്. പ്രൈസലാമേ. അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രവചിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നടത്തും. പ്രൈസലോ. ദൈവത്തിൻ്റെ അത്ഭുതമായ കരങ്ങളിൽ, അത്ഭുതമായ ചെറുതിൻ്റെ കീഴിൽ മറയും. പ്രൈസലോ. എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്കായി ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ പ്രൈസലോ ദൈവം പ്രൈസലോമേ അത്ഭുതകരമായി വിടുവിച്ചുകൊണ്ട് നമ്മെ നടത്തുവാനിടയായിത്തീരും. ജീവിതം നമ്മെ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദൂത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ശൂന്യതകളെ മാറ്റുന്ന ദൈവമാണ്. പ്രശ്നങ്ങളെ മാറ്റുന്ന ദൈവമാണ്.
അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ശൂന്യതകളെ മാറ്റി നമ്മെ സമർത്ഥിയായി അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്ന ദൈവം നമ്മൾക്കുണ്ടാകട്ടെ. ആമേൻ.